ാക്കി മാറ്റിയ ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി ഫിജിക്കാർഡ്.com. സോ പുതിയതായിട്ട് വന്ന കുറേ വ്യക്തികൾ ഉണ്ടാവും, അവർക്കിത് എങ്ങനെ ചെയ്യണം, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും ഇല്ലേ? അങ്ങനെയൊക്കെ ഒരു ആകാംക്ഷയിലാണോ നിൽക്കുന്നത്? അങ്ങനെ ഒരു വലിയൊരു ചീഫ് ഗസ്റ്റ് വന്ന് കുറേ കാര്യങ്ങൾ പറയും എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലൂടെ എന്ത് നേടി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ ഇരിക്കുന്ന പുതിയതായിട്ട് ഈ ബിസിനസ് കേൾക്കുന്ന നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത്രയല്ലേ നമുക്ക് അറിയണ്ടുള്ളൂ അല്ലേ? അപ്പോൾ പല വ്യക്തികളും പറയുന്നുണ്ടാവും, ഞാൻ 3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, 6 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, 1 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ ഈ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രയും വർഷമായിട്ടുള്ള കമ്പനിയിൽ ഈ ചങ്ങാതിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന്. ദുബായിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ കമ്പനിയുടെ 10ാമത്തെ റാങ്ക് 2 വട്ടം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ദുബായിൽ നിന്നും ഒന്ന് ഇന്ത്യയിലുമാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പ്രവാസിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ വർഷത്തിലൊരിക്കൽ ലീവിന് വരിക, ആ കടം പിറ്റേ വർഷം പോകുമ്പോൾ വീണ്ടും വീട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നിന്നിട്ട് നമ്മളൊക്കെ എന്തിനാണോ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ആൻസറാണ് എക്സാക്ട്ലി കിട്ടിയത് ഇല്ലേ? നമ്മളൊക്കെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? കാശ് ഉണ്ടാക്കാനാന്ന് പറയും. ആണോ അല്ലയോ? നിങ്ങളൊന്നും മിണ്ടില്ല, എല്ലാവരും പറയോ? നിങ്ങൾക്കൊക്കെ അവിടെ വൈകുന്നേരം 8 മണിക്കാ നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്ന രാജ്യത്തെ പുലർച്ചെ 4 മണിയാ. വ്യത്യാസമുണ്ട്. ഞാൻ കൊച്ചു വെളുപ്പാൻ കാലത്താണ് നിങ്ങളോടിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ പറയേ കാശുണ്ടാക്കാനാ പറയും. പക്ഷെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടൊരൊറ്റ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ വർഷത്തിലൊരിക്കൽ ലീവിന് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ പറയണേ. കാരണം ഞാൻ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് നിന്ന് തുടങ്ങിയ മുതൽ ഇന്ന് വരയ്ക്കുള്ളൊരു സമയത്ത് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിസിനസ്സിന് വേണ്ടി എനിക്ക് ഒരാളെടുത്തും ഒരു കള്ളം പറഞ്ഞ് ഈ ബിസിനസ്സിൻ്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ അവരെ ഈ ബിസിനസ്സിൻ്റെ കൂടെ നിർത്താനോ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. കാരണം സത്യസന്ധമായിട്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം, മറ്റു പല കമ്പനികളും പ്രത്യേകിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പല വ്യക്തികളുടെയും ഉള്ളിലുള്ളൊരു പ്രോബ്ലം എന്താണെന്നറിയോ? ഭയങ്കര ഷോ ഓഫ് ആയിരിക്കും. കുറേ ആൾക്കാർ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര അത് കിട്ടി ഇത് കിട്ടി, ഞാൻ ഒരു ദിവസത്തെ വരുമാനമൊക്കെ പറയുന്നത് 28,792 രൂപ 50 പൈസ എന്നൊക്കെ ഉള്ള കുറേ കഥകളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് പല കമ്പനികളുടെയും. പക്ഷേ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ക്രെഡിബിലിറ്റി ഉള്ളൊരു മാനേജ്മെൻറ്റും മാന്യമായ പ്രൊഡക്റ്റും വിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഫിജിക്കാർഡായിരിക്കും. കാരണം അത്രയും നല്ലൊരു ക്രെഡിബിലിറ്റി ഉള്ള മാനേജ്മെൻറ്റും വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് നേടി, ഞാൻ എന്ത് വരുമാനം നേടി, ഞാൻ അത് കിട്ടി ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ ഒരാളും കടന്നു വരണ്ട. കാരണം അങ്ങനെ ക്രെഡിബിലിറ്റി ഉള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താ അറിയോ? വിജയിച്ചവൻ്റെ കൂടെ നിന്നാൽ നമുക്കും വിജയിക്കാനുള്ള ഒരു അവസരമുണ്ട് അല്ലേ? ഫിജിക്കാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഡോക്ടർ ബോബി ചെമ്മൺ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻ, അദ്ദേഹം ചെയ്യുന്ന 17ഓളം വേർട്ടിക്കൽ ബിസിനസ്സിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 5000 കോടി രൂപയ്ക്ക് മേലെ ടേൺ ഓവറുള്ള കമ്പനികളെടുത്ത് പരിശോധിച്ചാൽ പോലും അദ്ദേഹം ബിസിനസ്സിൽ വിജയിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിന്നാൽ നമുക്കും വിജയിക്കാൻ പറ്റില്ലേ? 2016 ഫിജിക്കാർഡിൽ വരുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ധൈര്യം എന്തായിരുന്നു ചോദിച്ചാൽ, എന്തായാലും അദ്ദേഹം നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിസിനസ് ചെയ്യുന്നു വിജയിക്കുന്നു ഉറപ്പാണ്. പക്ഷെ ഒന്ന് കൂടെ നിന്ന് നോക്കാം. കൂടെ നിൽക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി എന്നുള്ളതാണ് ഈ കമ്പനിയിൽ ഞാൻ എടുത്ത ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്തം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ കമ്പനീൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോപ്പും ഷാമ്പുമായിട്ട് വിൽക്കുന്ന പരിപാടിക്ക് എന്തിനാ പോണേന്ന് ചോദിച്ച വീട്ടുകാരായിട്ടുള്ള എൻ്റെ ഭാര്യ അച്ഛൻ അമ്മയൊക്കെ ചോദിച്ച പരിപാടിയായിരുന്നു. അത്യാവശ്യം ഒരു 4-4.5 ലക്ഷം രൂപ മന്ത്ലി സാലറി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫിജിക്കാർഡിൻ്റെ പരിപാടിയായിട്ട് വരുന്നത്. നേരത്തെ നമ്മളെ സുദർശൻ സാറ് പറഞ്ഞ് ഞാൻ കൂടുതലും വിദേശത്താന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഈ കമ്പനിയുടെ ഭാഗമായി തീരുമാനമെടുത്ത് ഒരു ഡിസിഷൻ എടുത്ത് ഒരു ഫുൾ ടൈം കരിയറായിട്ട് വരുന്നത്
ജൂലൈ 23, 2022 ആ 2 വർഷം ഹാർഡ് വർക്ക് ചെയ്തു, നല്ല എഫേർട്ട് എടുത്തു, കുടുംബം വരെ വിട്ട് ഞാൻ നാട്ടിൽ വന്ന് നിന്നു. അന്ന് ഞാൻ നാട്ടിൽ ദുബായിൽ നിന്ന് വിട്ടു വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇംഗ്ലണ്ടിലാണ്, ബ്രദർ ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയാണ്, വൈഫും മക്കളും ദുബായിലാണ്. ഞാൻ നാട്ടിൽ ഹോട്ടലിൽ ഭക്ഷണവും കഴിച്ച് പുറത്തൊക്കെ നിന്ന് ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ആ എടുത്ത് 2-2.5 വർഷത്തെ എഫേർട്ട്, ഞാനത് എഫേർട്ട് എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ റാങ്കോ ഞാൻ നേടിയ വരുമാനമോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു സമയത്ത് എടുക്കുന്ന എഫേർട്ടിന് ലൈഫ് ലോങ് നമുക്കൊരു ഇൻകം കിട്ടുന്ന ബിസിനസ്സിൻ്റെ പേരാണ് ഫിജിക്കാർട്ട്. ആ 2-2.5 വർഷത്തെ ഒരു എഫേർട്ടാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ദുബായിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു പല രാജ്യങ്ങളിലും പോകണം, പല സ്വപ്നങ്ങളും കാണണം, ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ സാധിച്ചിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെ യുദ്ധമുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പുറത്തിറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇന്ന് ഈ മീറ്റിങ്ങിൽ 1000-ഓളം വരുന്ന ആളുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശരിയാണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000-ഓളം വരുന്ന ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പോലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിൻ്റെ ബിസിനസ്സാണ് ഫിജിക്കാർട്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ശരിയാണോ അല്ലയോ? ഇവിടെ നമ്മളെടുക്കുന്ന എഫേർട്ട് എന്താ? ഒരുപാട് കഥകളൊന്നും അല്ല കേട്ടോ പറയണത്. സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്ന് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടുന്ന ബിസിനസ്സിൻ്റെ പേരാണ് ആക്ച്വലി ഫിജിക്കാർട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട ഉൽപ്പന്നങ്ങൾ അത് ഫിജിക്കാർട്ട് നിന്ന് വാങ്ങിയാലും ഇല്ലെങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ മറ്റു പല കടകളിൽ നിന്നും വാങ്ങിക്കും. ശരിയാണോ അല്ലയോ? നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ പോലും ഒരു 50 പൈസ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ കടക്കാരൻ ഇന്ന് വരെയും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, അടുത്ത പ്രാവശ്യം തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കണേ. പക്ഷേ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, അത് ക്ലീനിങ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, വീട്ടിലേക്കുള്ള സാധനങ്ങളായിക്കോട്ടെ, അരി ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, എന്താണോ അത് ഈ കമ്പനിയുടെ ഭാഗമായി നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ബിസിനസ് ഫ്രീ ആയി കിട്ടുന്നുണ്ടെങ്കിൽ, അതും ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരെ സൃഷ്ടിച്ചിട്ടുള്ള ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് നെഗറ്റീവാണ് നമുക്ക് പറയാനുള്ളത്? എൻ്റെ ഭായി, നമ്മളെ നാട്ടിൽ ഒരു ഉന്തുവണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ പോലും, കോഴിക്കോട് ഒരു ഉന്തുവണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ കോർപ്പറേഷനിൽ കെട്ടിവെക്കണം എന്നാണ് പറയണേ. എന്നിട്ടോ വിജയിക്കോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ലാത്ത പോലും ഒരു മിനിമം ബിസിനസ്സിന് പോലും ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിലുള്ളപ്പോൾ അതിന് കൊറോണ വരികയോ യുദ്ധം വരികയോ ഇനി ഹർത്താൽ വരികയോ അടച്ചിട്ടാൽ ആ ബിസിനസ്സിന്റെ പരിപാടിയും തീർന്നു. ആണോ അല്ലയോ? പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റുപ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മറ്റേത് ബിസിനസ്സിനും നമ്മുടെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് കരിയറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള. ഒറ്റയ്ക്കാണെങ്കിൽ സാധിക്കില്ല. പക്ഷെ എന്നെക്കാളും കഴിവുള്ള, എന്നെക്കാളും സ്വപ്നങ്ങളുള്ള, എന്നെക്കാളും ആഗ്രഹങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയുടെ പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. സത്യമാണോ അല്ലയോ? ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന 12ാമത്തെ റാങ്ക് എൻ്റെ കഴിവ് കൊണ്ടത് മാത്രമാണോ? ഒരിക്കലും അല്ല. ഞാൻ ഡിസിഷൻ എടുത്തു എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എൻ്റെ കൂടെ വന്ന ആളുകളുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരും ഞാനും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ നിൽക്കുന്ന റാങ്കുകളിലേക്ക് ഓരോ ലീഡേഴ്സും എത്തിയത്. അല്ലാതെ അവനവൻ്റെ ചങ്കൂറ്റവും കഴിവും കൊണ്ട് മാത്രം എത്തിയതൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യല്ലേ? അത് എന്തുകൊണ്ട് അത് പുതിയ ആയിട്ടുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി പറയട്ടെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മനോഭാവത്തിലാണ് വന്നേ. അടിച്ചാൽ അടിക്കട്ടെ എന്ന് ചിന്തിച്ച് 2016 മുതൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഫിജിക്കാർട്ടിൽ വലിയ കാര്യമായിട്ട് ചെയ്തോ വെച്ചാൽ ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാസം അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു സാലറി ഉണ്ട്, വൈഫ് ഒരു ഡോക്ടറായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നു, ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നപ്പോൾ ഫിജിക്കാർട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ചാടാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോവിഡിൻ്റെയൊക്കെ സമയം വന്നുകൊണ്ടിരുന്നപ്പോഴാണ്, കിട്ടിക്കൊണ്ടിരുന്ന സാലറിയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് നമുക്ക് നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലായേ. ഇന്നിരിക്കുന്ന പല വ്യക്തികളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നാളെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വരുമാനം നിന്നു. ഞാൻ 14 വർഷം ഒരു കമ്പനിയിൽ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ CJ റോയ് എന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ.
അതിനുശേഷം ഞാൻ രണ്ടാമത് വർക്ക് ചെയ്ത കമ്പനിയിൽ 14 വർഷം വർക്ക് ചെയ്ത ഞാൻ ആ കമ്പനിയിൽ ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തല്ലോ, നാളെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ പോയി ചോദിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഇത്രയും കാലം ജോലി ചെയ്ത് എന്തെങ്കിലും തരണം പറഞ്ഞാൽ ഒന്നും തരില്ല. കാരണം എന്തുകൊണ്ടാ, ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കുള്ള വരുമാനം തന്നു കഴിഞ്ഞായി ഇല്ലേ. അതിനുശേഷം ആ എടുക്കുന്ന എഫേർട്ടിനുള്ള ഇൻകത്തിൻ്റെ പേരാണ് സാലറി എന്ന് പറയുന്നത്. പക്ഷെ ഫിജി കാർഡ് എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ ഒരു തവണ എടുക്കുന്ന എഫേർട്ട്, ആ ഹാർഡ് വർക്ക്, അതിന് ലൈഫ് ലോങ് നമുക്ക് ഓരോ ഇൻകത്തിൻ്റെ പേരിൽ നമുക്ക് പേ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കമ്പനിയുടെ കോമ്പൻസേഷൻ പ്ലാൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇത്രയും കോൺഫിഡൻസിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നേ ഈ കമ്പനിയിൽ ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല. ഈ കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതലുള്ളൊരു വ്യക്തി ഞാനാണ്. എനിക്ക് മുന്നേ വന്ന പലരും നിർത്തിപ്പോയി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ കമ്പനിയുടെ തുടക്കം മുതലുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്നും ഈ കോൺസെപ്റ്റിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കമ്പനി ഇല്ലാണ്ട് എന്നല്ല. പക്ഷേ ഫിജി കാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ഐഡിയ, കോർ, ആ കോൺസെപ്റ്റ് അത് നാളേക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലാതെ വെറുതെ വട്ടമൊന്നുമല്ലല്ലോ ഇത്രയും കാലം ഉണ്ടായിരുന്ന പണിയും കളഞ്ഞിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായിരുന്ന പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്നിരിക്കുന്ന ഓരോ ലീഡേഴ്സിനോടും ചോദിച്ചു നോക്കിയേ, അതായത് ഒരു വരുമാനം വാങ്ങിച്ച് ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്ക് കഴിഞ്ഞ ഓരോ ലീഡേഴ്സിനോട് നിങ്ങൾ ചോദിച്ചാലും പറയും ലക്ഷറി ലൈഫ് തന്ന പ്രൊജക്റ്റാണ് ഫിജി കാർഡ്. കോവിഡിൻ്റെ സമയത്തൊക്കെ ജോലിക്കൊന്നും പോകില്ല, കാലത്ത് എണീക്കുക, സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഓണാക്കുക, ഇരിക്കുക, സംസാരിക്കുക. പല വ്യക്തികളും ഇന്ന് ഈ കമ്പനിയിൽ കോടികൾ വരുമാനം വാങ്ങിച്ച പല വ്യക്തികളും കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ലക്ഷറി ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ലക്ഷറി എന്ന് പറഞ്ഞത് ഒരുപാട് ആഡംബരം, ഒരുപാട് ആർഭാടം എന്നല്ല പറയണേ, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ഒരു വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈം പോലും ആ സ്ട്രഗിളിങ് ടൈമിലാണ്. സോ ഇറ്റ്സ് പോസിബിൾ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് അത്രമാത്രം ലിവറേജ് ചെയ്യാൻ പറ്റും, അത്രമാത്രം മറ്റുള്ളവരിലൂടെ നമുക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ, നമുക്കിത് വേണോ വേണ്ടേന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം, ഞാൻ ചെയ്താൽ എന്താ ചെയ്തില്ലെങ്കിൽ എന്താ, ഇത്രയേ ഉള്ളൂ. 2 ചോദ്യമേ ഉള്ളൂ. പുതിയതായിട്ടുള്ളവരടുത്ത് പറയാം, ചെയ്തില്ലെങ്കിൽ എന്താ, ഒന്നുമില്ല. നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു 10,000, 15,000, 20,000 രൂപയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, മാറ്റി വെക്കുക. ആ ഒരു പൈസ നമ്മൾ ബാങ്കിൽ ഇട്ട് വെച്ചാൽ ഒന്നും കിട്ടാനൊന്നും പോകണില്ല. ഇന്നൊരു നല്ല മൊബൈൽ ഫോണിന് പോലും ഇന്ന് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ആണോ അല്ലയോ? ഒരു കുഞ്ഞു സാധനം ഒന്നും വേണ്ട, ഒന്ന് നമ്മളെ വീട്ടിലേക്ക് ഇതാ വിഷു വരാൻ പോണത്, പെരുന്നാൾ വരാൻ പോണത്, ഈസ്റ്റർ വരാൻ പോണോ, ഒരു കുഞ്ഞു കടയിൽ പോയിട്ട് ഫാമിലിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്താൽ പോലും ഇതിനേക്കാളും കൂടുതൽ പൈസ, ഈ ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും കൂടുതൽ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. ആ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ജീവിതത്തിൽ ഒരിക്കൽ നമുക്ക് ഈ ഫിജി കാർഡ് എന്ന ബിസിനസ്സിലൂടെ ഒന്ന് മാറ്റി ഒന്ന് ട്രൈ ചെയ്യാനുള്ള മനസ്സോടുകൂടി, ചെയ്യണമെന്ന് പോലും ഞാൻ പറഞ്ഞില്ല, ശ്രമിച്ചു നോക്കാനുള്ളൊരു മനസ്സോടുകൂടി നമുക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫിജി കാർഡ് എന്ന ബിസിനസ്സിൻ്റെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ സാധ്യതയേ ഉള്ളൂ. വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ജോലി എന്ന് പറയുന്നതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലേ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളെ നാട്ടില് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ, നമ്മളെ നാട്ടില് ഒരു 6-7 മാസം മുന്നേ ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. എന്താ കാരണം ചോദിച്ചപ്പോ പറയാം, മക്കള് നോക്കുന്നില്ല എന്നാ പറഞ്ഞേ. ഒരു പ്രായം കഴിഞ്ഞപ്പോ അച്ഛനും അമ്മേനെ മക്കള് നോക്കണില്ല. ഞാൻ അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, ഒരു പുരുഷായുസിൽ സമ്പാദിക്കാവുന്നത് മുഴുവനും സമ്പാദിച്ച് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയും, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും, അവരുടെ കല്യാണത്തിനും എല്ലാത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വരുമാനം നിലച്ചു പോയപ്പോൾ നമ്മൾ പോലും ആ കുടുംബത്തിന് ബാധ്യതയായി മാറി, ആണോ അല്ലയോ? കാരണം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് ചിന്തിച്ച നമ്മളായിരുന്നു മണ്ടന്മാര്. ജോലിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ, കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സമയം വരുമ്പോൾ, നമുക്ക് കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലാതെ വരുമ്പോൾ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്കൊരു ഇൻകം പൊട്ടൻഷ്യൽ ഇല്ലാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്വന്തം മക്കൾക്ക് പോലും നമ്മളൊരു ബാധ്യതയായി മാറുന്ന സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ എന്ന്. ശരിയാണോ അല്ലയോ? ഞാൻ അതിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ,
പലരും പറയും ബിസിനസ് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. സാറേ, നമ്മളെ നാട്ടിൽ ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ബിസിനസ്സിന് കോടികളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി അത് ചെയ്യാനുള്ളൊരു പരിചയവും വേണോ വേണ്ടയോ? ഇനി പോട്ടെ, വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ജോലി ചെയ്തിട്ടാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ എന്ത് ചെയ്തോ അത് ഇന്നിരിക്കുന്ന നിങ്ങളും ഞാനും. ശരിയാണോ അല്ലയോ? അത് തന്നെയാണ് അടുത്ത 10 വർഷം നമ്മൾ ചെയ്യാൻ പോകണമെങ്കിൽ. ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോണില്ല. ആവശ്യങ്ങൾ കൂടുന്നു, ആരോഗ്യം കുറയുന്നു. സത്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഫ്രീഡം പറയും. എന്തുട്ടാ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും, എടാ ഞാൻ ഫിജി കാർഡിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഫിനാൻഷ്യൽ ഫ്രീഡം ആയിരുന്നു. കാശില്ലാത്തതേ, ഫിനാൻഷ്യൽ ഫ്രീഡം, പോക്കറ്റിലൊന്നുമില്ല, കാലിയായിരുന്നു എന്ന്. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ മനസ്സിലാക്കിയത്, ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, BMW ബെൻസും മേടിക്കുന്ന കഥയൊന്നല്ല പറയണം. അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെയും മുന്നിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ജോലിക്ക് പോവാത്ത സമയത്ത് പോലും ഒരു വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, ഞാനത് മനസ്സിലാക്കിയത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കഥ നിങ്ങൾ എടുത്തു നോക്കുക. ലാസ്റ്റ് ഒരു 5 years മുന്നേ, ഒരു 5 വർഷം മുന്നേ, ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന, ഒരു വീട്ടുജോലിക്കൊക്കെ പോയിരുന്ന, ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഫിജി കാർഡിൽ വന്നിട്ട്. എനിക്ക് തോന്നുന്നു 4 വർഷമേ ആയിട്ടുള്ളൂ. ഇന്ന് ഈ കമ്പനിയുടെ 13 റാങ്കും, ലിനേഷ് സാർ പ്ലാനിൽ പറഞ്ഞ 13 റാങ്കും അച്ചീവ് ചെയ്ത് ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് ഏകദേശം 5 കോടി രൂപയോളം വരുമാനം വാങ്ങിച്ച് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് അടക്കം വാങ്ങിച്ച ഒരു വ്യക്തി, ഇന്ന് ഈ കോഴിക്കോട് സ്വദേശിനിയായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഫിജി കാർഡിലുണ്ട്. സ്വപ്ന മേഡം, നമുക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അവർ കഴിഞ്ഞ 5 വർഷം മുന്നേ ആരായിരുന്നു ചോദിച്ചാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷം മുന്നേ ആരായിരുന്നു ചോദിച്ചാൽ, നിങ്ങളെയും എന്നെയൊക്കെ പോലെ സാധാരണ വീട്ടുജോലിയും വീട്ടുകാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളാണ് അവരവിടെ എത്തിച്ചത്. ആണോ അല്ലയോ? അങ്ങനെ ഒരു സ്വപ്നമുള്ള ഒരു വ്യക്തിക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷം കൊണ്ട് ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഫിജി കാർഡ്. സത്യല്ലേ? വേറെ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ചേക്കേ. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഫിജി കാർഡ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന, ഒരു സാധാരണക്കാരനായിരുന്ന, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കൊല്ലം സ്വദേശിയായിരുന്നു. ഇന്ന് ഈ കമ്പനിയുടെ 12ാമത്തെ റാങ്കിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-3.25 കോടി രൂപയോളം വരുമാനം വാങ്ങിച്ച, പല സമയങ്ങളിൽ ഞാൻ വിളിക്കുമ്പോൾ പലപ്പോഴും പുള്ളി പറഞ്ഞിട്ട്, ഒരു സമയത്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് പോലും ഡെയിലി 30,000 രൂപ എന്ന് പറയുന്ന ഒരു ഇൻകം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ജോബ് യോഹന്ന എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാം അറിയുന്ന ജോബ് സാർ ഇല്ലേ? ഞാൻ പറഞ്ഞ 1, 2, 3 പേരല്ല സാറേ, അങ്ങനെ 5, 10, 15, 20 നോക്കിക്കഴിഞ്ഞാൽ മാസം കൃത്യമായിട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട്, ഇൻക്ലൂഡിങ് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് അടക്കം മേടിക്കുന്ന 10,000-കണക്കിന് ആൾക്കാർ ഇന്ന് ഫിജി കാർഡിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റില് സാറേ, എവിടെയാണ് സാറേ നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയാണ് നെഗറ്റീവ് പറയണോ, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയണോ? ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കമ്പനിയെ കുറിച്ച് എന്ത് നെഗറ്റീവാ പറയാനുള്ളത്? ഒരു 5 വർഷം കൊണ്ട് ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഈ ബിസിനസ്സിലൂടെ സാധിച്ചതോ? അതാണോ നെഗറ്റീവ് എന്ന് പറയണേ? സാറേ, അതിനൊരൊറ്റ കാര്യമുള്ളൂ, ഞാൻ ഇന്നും ഈ ബിസിനസ് ബുദ്ധി കൊണ്ട് ചെയ്തിട്ടില്ല, ഹൃദയം കൊണ്ടാണ് ചെയ്തിരിക്കണേ. കാരണം ആ ഹൃദയം കൊണ്ട് ചെയ്തെന്നും ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന എന്താ അറിയോ? നമ്മളെ സ്വപ്നങ്ങൾ നമ്മൾ നേടാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്തപ്പോൾ നമ്മളെക്കാളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ മാറ്റാൻ പറ്റി. സത്യല്ലേ? പത്തേമാരി സിനിമയിൽ മമ്മൂട്ടിക്ക പറഞ്ഞ പോലെ യഥാർത്ഥ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഒരു ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവനെ എൻലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് കോൾഡ് അൾട്ടിമേറ്റ് സക്സസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ്, യഥാർത്ഥ ജീവിത വിജയം. ശരിയാണോ അല്ലയോ സാറേ? ഫിജി കാർഡ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ നിങ്ങളും ഞാനും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതം നമ്മളും അവരും ഒരുമിച്ച് വിജയിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ എന്ത് നെഗറ്റീവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്താ പറയേണ്ടത്? ഒന്നുമില്ല. ധൈര്യമായിട്ട് ഇത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ലോകത്തില്ല. കാരണം ഏത് കോടതിക്കും വേണ്ടത് തെളിവുകളാ. സത്യല്ലേ? ഫിജി കാർഡിൽ വിജയിച്ച വ്യക്തികളെ തെളിവുകൾ നോക്കിയാൽ അവർ 5 വർഷം മുന്നേ സൂപ്പർമാനും സ്പൈഡർമാനും ഒന്നല്ല. നിങ്ങളെയും എന്നെയും പോലുള്ള ഓരോ വ്യക്തികളെ പോലെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. പക്ഷെ അവരെടുത്ത ഒരൊറ്റ കാര്യം എന്താ അറിയോ?
ചങ്കൂറ്റം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ തോൽക്കാനുള്ളതല്ല, വിജയിക്കാനുള്ളതാണ്, വിജയം ഒരുത്തിൻ്റെയും കുത്തകയല്ല എന്ന് തീരുമാനിച്ചിറങ്ങിയവർക്കുള്ള മാത്രമാണ് ഫിജി കാർഡ് എന്ന് പറഞ്ഞ ബിസിനസ്. സത്യല്ലേ? ഞാനത് എന്തുകൊണ്ട് അത്രയും ധൈര്യമായിട്ട് പറയണേന്നറിയോ? കഴിഞ്ഞ 2022 മുതൽ 2-3 വർഷം ഞാൻ അത്രയും സിൻസിയറായിട്ട് ചെയ്തിട്ടെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അന്ന് എടുത്ത പ്രവൃത്തിക്ക് ഇന്ന് ഞാൻ കാണുന്ന, ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തെ ഒരു പ്രോഗ്രാമായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് നേടാൻ പറ്റും. ഞാനൊരു ജോലിക്കാണെങ്കിൽ സാധിക്കത്തില്ല. ഞാനിപ്പോൾ ദുബായിലല്ല ഉള്ളത്, ഇപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. ഞാനിപ്പോൾ എൻ്റെ ബ്രദർ ഉണ്ട് ഓസ്ട്രേലിയക്ക്, നെക്സ്റ്റ് വീക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞ ഞാൻ എവിടെ പോകുന്നു വരുന്നു എന്നുള്ളതല്ല, ഞാൻ എവിടെ പോയാലും എങ്ങനെ പോയാലും എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഫിജി കാർഡ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റണേ. ഇല്ലേ? ഇതല്ലേ ഫ്രീഡം എന്ന് പറയണേ. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒറ്റ ജീവിതമേ ഉള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ലോകം മുഴുവനും ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫിനാൻഷ്യലി ആസ് വെൽ ആസ് നമുക്ക് ടൈം ഫ്രീഡം നൽകുന്നുണ്ടെങ്കിൽ അത് ഫിജി കാർഡ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ വർഷത്തിലൊരിക്കൽ ലീവിന് വരാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഈ കമ്പനിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റോളും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഇതൊരു പ്രോജക്റ്റാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെന്ന് പറയാൻ കാരണം, കോവിഡിൻ്റെ ഒക്കെ സമയത്ത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാലറി ഒരു ഏറ്റക്കുറച്ചിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഓരോരോ ജോലിക്ക് എന്നും ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലേ. അന്ന് എൻ്റെ 1, 2, 3 സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഞാൻ ഫിജി കാർഡ്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, എടാ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുമ്പോൾ ഒരു ക്യാമറ അടിക്കുന്ന കാശ് വേണ്ട ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. നീ ഫിജി കാർഡ് നിന്ന് വാങ്ങിയാലും ഇല്ലെങ്കിലും യു വിൽ ഓൾവേസ്, നീ വേറെ കടയിൽ നിന്ന് എന്തായാലും വാങ്ങിക്കും. അത് ഫിജി കാർഡ് നിന്ന് ഒരു തവണ വാങ്ങിക്കുക. പക്ഷെ ധൈര്യമായിട്ട് എൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിൽക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂടെ വാ എന്ന് പറഞ്ഞ കോൺഫിഡൻസിൽ, എനിക്ക് ആ കോൺഫിഡൻസ് എന്താണെന്നറിയോ? ഭാവിയെ മുൻകൂട്ടി കാണാൻ സാധിച്ചു എന്നുള്ളതാ. തുടങ്ങുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കമ്പനിയുടെ 13 റാങ്ക് അടിക്കുന്നുള്ള ആ കോൺഫിഡൻസിലാണ് ഞാൻ തുടങ്ങിയത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പല വ്യക്തികളും ചിന്തിക്കും തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അയ്യോ നടക്കുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നടക്കും, വേണമെന്ന് വിചാരിച്ചാൽ നടക്കും ഇല്ലേ? അങ്ങനെയുള്ള എക്സാമ്പിളുകൾ ഫിജി കാർഡിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ തുടങ്ങിയ 1, 2, 3 സുഹൃത്തുക്കളിൽ നിന്ന് ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ ടീമിൽ ഏകദേശം 10-22,000 വരുന്നൊരു ടീം മെമ്പേഴ്സ് ഉണ്ട്. 22,000 പേരും 25,000 പേരുടെ തള്ളൊന്നല്ല പറയണേ, ആക്റ്റീവായി ഈ ബിസിനസ് ചെയ്യുന്ന 10,000-ഓളം വരുന്ന ആളുകളുണ്ട്. എനിക്കിത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇന്ന് ഫിജി കാർഡിൽ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളുണ്ട്, പുതിയ രീതിയിലുള്ള പല കാര്യങ്ങളും കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് സ്വർണം ക്രെഡിറ്റിൽ കൊടുത്തിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എൻ്റെ കമ്പനി എന്ന് എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. ലോകത്ത് വേറൊരു കമ്പനിക്കും പറയാനില്ല. അങ്ങനെയുള്ളൊരു പ്രോജക്റ്റിൽ ഇന്ന് ഒരേ ഒരു കാര്യം മാത്രം, അതിലുള്ള 100 പേരെങ്കിലും അവനവൻ്റെ വീട്ടിലേക്കുള്ള സാധനം മേടിക്കുമ്പോൾ ഒരു 10 രൂപയുടെ ബെനിഫിറ്റ് വെച്ച് കിട്ടിയാൽ പോലും 10 × 100 1000 മാസം 30,000 രൂപ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ അപ്പനോ അമ്മയോ ഒരാളുടെ മുമ്പിലും കൈനീട്ടണ്ടെന്ന് ഞാനെടുത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരായിരുന്നു സാറേ fijiCard.com. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തീരുമാനിച്ചുകൊണ്ട് പോവാം. സത്യല്ലേ? അല്ലാതെ ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല. ചുമ്മാ കുറെ കഥയും പറഞ്ഞ് അവിടെ ഞാൻ പല വ്യക്തികളെയും പ്രശ്നം എന്താ അറിയോ? നിനക്ക് എന്ത് വരുമാനം കിട്ടി, നീ ഇതിൽ തുടങ്ങിയിട്ട് എത്രയായി, നീ ഒന്ന് രക്ഷപ്പെടും എന്നിട്ട് പറയാം. ഞാൻ അന്ന് അവരുടെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, എടാ നീ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഈ കമ്പനിയുടെ 13 റാങ്കും അച്ചീവ് ചെയ്യുന്ന ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കണേ. ഞാൻ എൻ്റെ കമ്പനിയുടെ 13 റാങ്ക് അടിക്കുമ്പോൾ 4-4.5 കോടി രൂപ വരുമാനം മേടിക്കുമ്പോൾ എൻ്റെ ഇടതും വലതും നീ ഉണ്ടാവും എന്നുള്ള വിശ്വാസം, ആ കോൺഫിഡൻസ് എനിക്ക് നിനക്ക് തരാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പല വ്യക്തികളും ഇന്ന് ഞാൻ നിൽക്കുന്ന അതേ റാങ്കിൽ നിൽക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത റാങ്കിൽ നിൽക്കുന്നുണ്ട്, എന്നെക്കാളും മേലുള്ള റാങ്കിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അല്ലാതെ ആദ്യം വന്നവന് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അച്ചീവ് ചെയ്യേണ്ട ഞാനായിരുന്നു, അല്ലല്ലോ.
പലപ്പോഴുമുള്ള പ്രശ്നം എന്താ അറിയോ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മുകളിലുള്ളവൻ കാശ് മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഫിജി കാർഡിൽ ആദ്യത്തെ ആൾ ഞാൻ വാങ്ങിച്ചില്ലല്ലോ. പക്ഷെ ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫുൾ ടൈം കരിയറായിട്ട് എൻ്റെ തലയിൽ വെള്ളിയടിച്ചത് 2022 അന്നാണ് തീരുമാനിച്ചിട്ട് വന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാ. ഇപ്പൊ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൊളിഞ്ഞ് കുത്തുപാളെടുത്ത് എന്നോട് വന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ സുദർശൻ സാറ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ സാറേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഭായി, കയ്യിലുള്ള കാശ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് മിണ്ടാണ്ട് അവനെ കാര്യം നോക്കി ഇരിക്കുക പറയും. ശരിയാണോ അല്ലയോ? പക്ഷെ അതേ ചോദ്യം നിങ്ങൾ MA യൂസഫ് അലിയോടാണ് പോയി ചോദിക്കണമെങ്കിൽ എന്താ പറയാ, എന്റെ സുദർശന ഇജ്ജെന്താ കളിയാക്കാണോ മോനെ ചോദിക്കും. ശരിയാണോ അല്ലയോ? കാരണം എന്തുകൊണ്ടാ, വിജയിച്ച് ഒരു പെട്ടിക്കടയെന്ന മോനെ ഞാൻ ഇന്നീ കാണുന്ന ലുലു എന്ന് പറഞ്ഞ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തതെന്ന് പറയും. നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മളെ കാഴ്ചപ്പാട് എങ്ങനെയാ, അതിന് മാത്രമാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകത ഇല്ലേ. പല വ്യക്തികളും പറയും അത് നടക്കില്ല, അവർ നടക്കില്ല, അത് അവരുടെ കാഴ്ചപ്പാടാണ്. എനിക്ക് എൻ്റെ വിശ്വാസം, ഞാൻ ഈ കമ്പനിയിൽ വന്നതും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒരു ആത്മാർത്ഥമായിട്ട് ഒരു 2 വർഷം നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കുക, ഒരു 2 വർഷം നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കുക. അതിന് ഏറ്റവും വലിയൊരു ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ചാലക്കുടി സ്റ്റോറിലേക്കുള്ള അദ്ദേഹത്തിന് ഓണറൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അന്നൊക്കെ പ്രൊഡക്റ്റ് ആദ്യം വന്ന ഫിജി കാർഡിന് ആദ്യം വന്ന സ്റ്റോറുകളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റോറ്. ഒരു സമയത്ത് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അഫിലിയേറ്റ്സിന് കൊടുത്തിട്ട് പിറ്റേ ഒരു ദിവസം പെട്ടെന്നൊരു വാർത്ത ഗ്രൂപ്പിലേക്ക് വരുന്നു, അദ്ദേഹം ഈ ലോകത്തിനോട് വിട പറഞ്ഞു, പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റിൽ അദ്ദേഹം മരണപ്പെടുന്നു എന്ന്. മാസങ്ങൾ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട്, 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഞാൻ അതിലെ പാസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ വൈഫ് അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടായിയുടെ ഒരു പെട്ടെന്നുള്ളൊരു ഇൻസിഡൻറ്റ് നമുക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഫിജി കാർഡ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നും രാത്രി 12:45 അത് 100 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 10,000 ആയിക്കോട്ടെ, ഒന്നുമല്ല എൻ്റെ പ്രത്യേകത. അതിന്ന് 1 രൂപയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ബെല്ല്, അതിൻ്റെ ഒരു മെസ്സേജ് വരും, ഫിജി കാർഡിൽ നിന്ന് ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്യുന്നുള്ള. എൻ്റെ ചേട്ടൻ അന്ന് തുടങ്ങിയ, അല്ലെങ്കിൽ എൻ്റെ ജോസഫ് ഏട്ടൻ അന്ന് തുടങ്ങിയ ബിസിനസ് നിന്ന് ഇന്നും രാത്രി 12:45 ഒരു മെസ്സേജ് ഫിജി കാർഡിലൂടെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് എന്താണോ, അതാണ് സാറേ ഞങ്ങളുടെ ഫിജി കാർഡ് എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും ഇന്നും മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കാൻ പറ്റുന്ന ലോകത്തിലൊരു പ്രൊജക്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂടെ നിൽക്കാം. എന്താ പറയുക, ചങ്ക് പറിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂടെ നിങ്ങൾ കൂടെ വരുന്നത്. സോ ടേക്ക് യുവർ പവർഫുൾ ഡിസിഷൻ. താങ്ക് യു സോ മച്ച്. 4 മണിക്ക് ഞാൻ പുലർച്ചെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്നും ഒരുപാട് ഇനി ഒന്നും പറയാനില്ല. എല്ലാവരും ഒരുമിച്ചുണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും മലേഷ്യയിൽ വെച്ച് കാണാം. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഓക്കെ, താങ്ക് യു.